ഞങ്ങൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. ഇന്നപ്പോൾ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് ഞാനും സാലിച്ചേട്ടനും മാത്രമേ ഉള്ളൂ. 2 പേർക്ക് ഞാൻ വിളമ്പി, മോനില്ല ഇന്ന്. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ പല പ്രാവശ്യം ഈ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് നമ്മൾ ദം ചെയ്യണം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ വറുത്തിട്ട് ഒന്ന് റെഡിയാക്കിയതാണ്. വെന്തിട്ടുണ്ട്. ഗ്രേവി അല്പം ഗ്രേവിയിൽ നിൽക്കണതാണ്. നമുക്കിനി ഒന്ന് ദം ചെയ്യാം, ബിരിയാണി ദം ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോയമ്പില്ലേന്ന് ചോദിച്ചാൽ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. നമ്മുടെ നോയമ്പെന്ന് പറഞ്ഞാൽ ഒരു ആക്കെങ്കിലും ഒത്തിരി നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ നോയമ്പ്. അതാണ് കേട്ടോ എൻ്റെ പോളിസി. അത് കാരണം ആരും പൊങ്കാല ഇടല്ലേ കേട്ടോ, പ്ലീസ്. അപ്പോൾ നമുക്ക് ദം ചെയ്യാം. ചോറിട്ട് കൊടുക്കാം. അപ്പോൾ സാലിച്ചേട്ടനാണ് കേട്ടോ ചോറിടുന്നത്. രണ്ട് കൈകളാണേ. സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ മദാമ്മക്ക് ഇത്തിരി ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ബിരിയാണി നമുക്ക് നോക്കാം മദാമ്മക്ക് ഇഷ്ടപ്പെടുവാന്ന്. മദാമ്മയുടെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബിരിയാണി. അപ്പോൾ പകുതി റൈസ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇതിലേക്കേ നമുക്കല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയും പുതിനയും ഉണ്ട് കേട്ടോ, രണ്ടും കൂടിയാണ്. സവാള വറുത്ത് വെച്ചതാണ്, അല്പം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അല്പം ഇട്ട് കൊടുക്കാം. അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് ആണ്, അതല്പം ഒഴിച്ച് കൊടുക്കാം. ബാക്കി റൈസ് ഇടാം. നമുക്കല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയും പുതിനയും ഉണ്ട് കേട്ടോ, രണ്ടും കൂടിയാണ്. സവാള വറുത്ത് വെച്ചതാണ്, അല്പം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അല്പം ഇട്ട് കൊടുക്കാം. അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് ആണ്, അതല്പം ഒഴിച്ച് കൊടുക്കാം. ബാക്കി റൈസ് ഇടാം. അപ്പം നമ്മുടെ റൈസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് ഈ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള വറുത്തത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്
നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസാണ്. 10 മിനിറ്റ് നമുക്കിങ്ങനെ മൂടി വെക്കാം കേട്ടോ. അതിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണി നോക്കാം കേട്ടോ. 10 മിനിറ്റ് അധികം ഞാൻ ദം ചെയ്തിരുന്നു. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇപ്പോൾ. എടുക്കാം കേട്ടോ, ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഇത്രയും ബിരിയാണി എടുത്ത് മാറ്റിയേട്ടാ. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഒരല്പം സാലഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ സാലഡ് അധികം കഴിക്കില്ല കേട്ടോ. ഒരു ഇച്ചിരി കഴിക്കും. അച്ചാർ കഴിക്കും. അച്ചാർ നമ്മുടെ അച്ചാറാണ്, അത് കഴിക്കും. അച്ചാറും പപ്പടമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, കാച്ചിയില്ല. അപ്പോൾ കഴിക്കാം. ചൂടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് വറുത്തിട്ടാണ് വെച്ചത്. ബിരിയാണിക്കും ചൂട്, പുറത്ത് കൊടുക്കത്തെ ചൂടാട്ടാ. നിന്ന് വേർക്കണേ, പൊളിയാണ്. അടിപൊളി. ഞങ്ങളുടെ സ്പെഷ്യൽ ഇന്നത്തെ ഇതാണ്, ചിക്കൻ ദം ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബൈ.